ജോത്സ്യൻ എന്തു പറഞ്ഞു മോനെ? ജോത്സ്യനെ കണ്ടില്ലേ? കണ്ടു. പിന്നെന്താ മിണ്ടാത്ത? അത് അത്ര സുഖകരമായ വാർത്തയല്ലേ പറയാനുള്ളത്. എന്താണെങ്കിലും പറ, അറിഞ്ഞാലല്ലേ പറ്റൂ. മുത്തശ്ശി, ഞാനന്ന് നിത്യ സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞ ഓർമ്മ. ആ സ്വപ്നം ഫലിക്കുമെന്ന് പ്രശ്നത്തിൽ കണ്ടത്. നിത്യയുടെ ആത്മാവ് ഈ വീട് വിട്ട് പോയിട്ടില്ല, പോവുകയില്ല. പരിഹാരം വല്ലതും? ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞത്. ഒന്നിന് പിറകെ ഒന്നായി ഈ വീട്ടിൽ ദുർമരണങ്ങൾ നടക്കും. അവസാനം ഈ വീട്ടിൽ ആരും ഇല്ലാതാണ്. ഈശ്വര, മുത്തശ്ശിയ ആ ലിസ്റ്റിൽ 1-ാം പേരുകാരി. അയ്യോ അയ്യോ പാർവതി, എനിക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ടോ? അയ്യോ, എനിക്ക് വല്ലാത്ത പോലെ. പെട്ടെന്ന് ഓടിവാ മോനെ, ഇതിനൊന്നും ഒരു പരിഹാരം ഇല്ലേടാ. ഒന്നുമില്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മള് ഈ വീട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പോണം. എങ്കിലേ ആത്മാവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അല്ല ശരത്ത് മോനെ, വേറൊരിടത്ത് പോയാലും അവിടെ ആത്മാവ് വന്നാലോ? ആത്മാവിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമല്ലോ. ഈ ആത്മാവിന് അതിനുള്ള കഴിവില്ല പാർവതി. ഈ വീടും പരിസരവും വിട്ട് നിത്യയുടെ ആത്മാവ് എങ്ങോട്ടും പോവില്ല. അത്രക്ക് ഇഷ്ടമാ നിത്യക്ക് ഈ വീട്. അല്ല മോനെ, ഞങ്ങളെ എന്തിനാ നിത്യയുടെ ആത്മാവ് കൊല്ലുന്നേ? അതിന് ഞങ്ങൾ അവളോട് ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. അതെനിക്കറിയില്ല മുത്തശ്ശി. സാധാരണഗതിയിൽ നമ്മളെ ആരെയും നിത്യയുടെ ആത്മാവ് ഉപദ്രവിക്കാൻ പാടില്ലാത്ത. പക്ഷെ എന്ത് ചെയ്യാം, ഈ ആത്മാവ് അങ്ങനെ അല്ല. നമുക്കെല്ലാവർക്കും കഷ്ടകാലമോ പാർവതി. അതിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗേ ഉള്ളൂ, നാട് വിടുക. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നില്ല. നല്ലോണം ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി. അമ്മേ, ഒന്ന് വന്നേ. നീ എന്താ ആലോചിക്കുന്നേ പാർവതി? എന്തു വന്നാലും നമുക്ക് നേരിടണം, അല്ലാതെ വേറെന്ത് ചെയ്യാനാ? ഇവിടുന്ന് എങ്ങോട്ട് പോവാനമ്മേ? പോയില്ലെങ്കിൽ നമ്മൾ മരിക്കും പാർവതി. അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഞാൻ ആ ലിസ്റ്റിലെ 1-ാമത്തെ ആള്. പാർവതി, എനിക്ക് മരിക്കണ്ട. കുറേ കാലം കൂടി എനിക്ക് ജീവിക്കണം പാർവതി. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? അതെ, നീ മനോഹരനോടൊന്ന് സംസാരിക്കണം. ഈ വീട് നമുക്ക് പതുക്കെ അങ്ങ് വിൽക്കാം, എന്നിട്ട് വേറെ എവിടെയെങ്കിലും വീട് സ്ഥലവും വാങ്ങിക്കാം. അതിന് ഈ വീട് അവളുടെ പേരിലല്ലേ? വിൽക്കണമെങ്കിലും അവളുടെ സമ്മതം വേണ്ടേ? എടി, അതൊക്കെ മനോഹരൻ വാങ്ങിച്ചോളും. ഒന്നോർത്താ നിത്യയുടെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. ഈ വീട് സ്ഥലവും ദേവികയുടെ പേരിലായതിന് അവൾക്കും ഉണ്ടായിരുന്നല്ലോ നീരസം. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണെങ്കിലോ അവളിപ്പോ ശ്രമിക്കുന്നത്. എങ്ങനെ? ഈ വീടിനെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ കാലാകാലം നമ്മൾ ഇവിടെ തന്നെയല്ലേ താമസിക്കൂ. ഇപ്പൊ നമ്മൾ വീട് മാറും, സ്വാഭാവികമായിട്ടും ഈ വീട് പിന്നെ വിൽക്കേണ്ടി വരും. വിറ്റ പിന്നെ ആരുടെ പേരില ഭൂമി വാങ്ങിക്കാം? നിന്റെ പേരിൽ. ഓ, ഇതിന് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടല്ലേ? എനിക്കത് മനസ്സിലായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് മനോഹരനോട് സംസാരിക്കണമെന്ന്. സമ്മതിച്ചില്ലെങ്കിലോ? ആദ്യം നീ ഒന്ന് സംസാരിക്കേ. അവൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇടപെടും. എന്നിട്ട് സമ്മതിച്ചില്ലെങ്കിൽ എങ്കിലേ ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. ശരത്ത് മോനും അവന്റെ അമ്മ ഇനി അധികകാലം ഈ വീട്ടിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ വീടെടുത്തില്ലെങ്കിൽ അവർ വീടെടുത്ത് മാറും. അവരുടെ കൂടെ ഞാനും അങ്ങ് പോവും.
എനിക്ക് വലുതേ എന്റെ ജീവനാ പാർവതി. അത് രക്ഷിക്കാൻ ഞാൻ എന്തു ചെയ്യും. നിരഞ്ജന നേരത്തെ ആണല്ലോ. കൺസൾട്ടിങ് പെട്ടെന്ന് കഴിഞ്ഞു. അമ്മ പോയി ഇവരൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞു, അമ്മ പറഞ്ഞു. അതിനും കേട്ടു ഞാൻ കുറെ പരാതികൾ. എന്റെ മകളടക്കം സകലർക്കും എന്നെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാലേ സമാധാനം ഉണ്ടാവും. ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഇനി നിരഞ്ജന് വല്ലതും പറയാനുണ്ടെങ്കിൽ അതും ആകാം. ഡാഡി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ എന്നെ ചോദ്യം ചെയ്തില്ലേ, കുറ്റപ്പെടുത്തിയില്ലേ? അതെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാവുന്നത്? എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറയണമല്ലോ. അല്ല നിരഞ്ജൻ, അവർ രണ്ടുപേരും അവിടെയുണ്ടല്ലോ, ആ ശരവണനും പൊന്നുമണിയും. അപ്പോ അത് അമ്മയ്ക്ക് പ്രശ്നമാവില്ലേ? ഇല്ല. എന്നാ പിന്നെ ഇത് നേരത്തെ ആവാമായിരുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങോട്ടുള്ളൊരു വരവും പോക്കും ഒഴിവാക്കാമായിരുന്നല്ലോ. ഇനി ഏതായാലും അമ്മ ഈ വീട്ടിൽ താമസിക്കാമെന്ന് ആരെയും ബുദ്ധിമുട്ടിക്കില്ല സർ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരികയില്ല. വേണ്ട എന്ന് ഞാൻ പറയില്ല, വേണമെന്നും പറയില്ല. എൻ്റെ അമ്മ ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല. ഡാഡി എങ്ങനെ പലതും പറയും, നിങ്ങളിതൊന്നും കാര്യമാക്കണ്ട. അമ്മ ഇവിടെ നിർത്തേണ്ട സാഹചര്യം വന്നാ നമ്മൾ ഇനി അത് തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ കടമയാ, ഞങ്ങളത് ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുവരെ രോഗലക്ഷണത്തെയാണ് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അതാ അസുഖം മാറാതിരുന്നത്. ഇനി ഞാൻ രോഗകാരണത്തെ തന്നെ ചികിത്സിക്കും. അപ്പോൾ അസുഖം മാറും. ഇങ്ങനെ വന്നിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? നിന്റെ ജോലിക്കാരിയല്ല ഞാൻ. ഞാൻ അങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നെങ്കിലോ? നിനക്ക് എന്തു വേണമെങ്കിലും കണക്കാക്കാലോ. എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇന്ന് വരുന്നുണ്ട്. വന്നോട്ടെ. അവർക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? എനിക്ക് എങ്ങനെ അറിയാം? അതൊന്നും എന്റെ ജോലിയല്ല. നിങ്ങൾ അത് ഉണ്ടാക്കേണ്ടത്.